നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഈ വാട്ടർ ടാങ്കൊക്കെ ഇല്ലേ, നമ്മൾ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം പമ്പ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന. അപ്പം നമ്മുടെ ഒരു പ്രശ്നം എന്താണ്, ഈ ടാങ്ക് നിറഞ്ഞ് വെള്ളം പോകുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ കൃത്യമായിട്ട് ആ ടാങ്ക് നിറയുമ്പം തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാക്കാൻ പറ്റിയാലോ. അപ്പം അതുപോലെ നമുക്ക് ചെയ്യാൻ സഹായിക്കുന്നത്, അതായത് ഈ വെള്ളത്തിൻ്റെ ലെവൽ അനുസരിച്ചിട്ട് ഇൻഡിക്കേഷൻ തരുന്ന ഒരു സർക്യൂട്ട്, ഒരു വാട്ടർ ലെവൽ ഇൻഡിക്കേറ്ററാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോവുക. അപ്പോൾ അതൊരു ചെറിയ സർക്യൂട്ടാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് അതിന് വേണ്ടുന്ന കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് ട്രാൻസിസ്റ്റേഴ്സാണ്. അപ്പം നമ്മളിവിടെ 4 ട്രാൻസിസ്റ്ററാണ് എടുക്കുന്നത്. 4 ലെവൽസാണ് നമ്മൾ നോക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ 4 ട്രാൻസിസ്റ്റേഴ്സ് എടുക്കുന്നത്. നമുക്ക് അതിനുശേഷം നമുക്ക് റെസിസ്റ്റേഴ്സിൻ്റെ ആവശ്യമുണ്ട്. 220 ഓം റെസിസ്റ്റേഴ്സ് നമുക്ക് 8 റെസിസ്റ്റേഴ്സാണ്. ഒരു ട്രാൻസിസ്റ്ററിന് 2 എന്നുള്ള രീതിക്ക് നമ്മൾ 8 റെസിസ്റ്റേഴ്സ് ഈ ഒരു സർക്യൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേഷൻ കാണിക്കാനായിട്ട് 4 LED നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വാട്ടർ ലെവൽ കാണിക്കാനായിട്ട് ഒരു ഗ്ലാസ്സിൽ ഇതുപോലെ ഇത് ശരിക്കും 4 കേബിള് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെവലിൽ ഓരോ ലെവലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മുകളിലായിട്ട് കണക്ട് ചെയ്ത് വച്ചിരിക്കുന്നതാണിത്. അപ്പം ഇതും ഈ തരത്തിലുള്ളൊരു ഗ്ലാസ്സും. സോ ഇത്രയാണ് നമ്മൾ ഈ സർക്യൂട്ട് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കിനി സർക്യൂട്ട് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കടക്കാം. നമ്മൾ ബ്രെഡ് ബോർഡാണ് ഇവിടെയും പവർ സപ്ലൈ ആയിട്ട് ഉപയോഗിക്കുന്നത്. 9 വോൾട്ട് ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് സർക്യൂട്ടിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ സർക്യൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരേപോലെയാണല്ലോ ഇരിക്കുന്നത്. ട്രാൻസിസ്റ്റേഴ്സ് എല്ലാം ഒരേപോലെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഇത്തരത്തിൽ പല ലെവൽസിലായിട്ട് നമ്മൾ നമ്മൾ ഈ ഗ്ലാസ്സിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. അപ്പോൾ ട്രാൻസിസ്റ്ററാണ് എടുക്കുക. ട്രാൻസിസ്റ്ററിൻ്റെ കാലിൻ്റെ ആ ലെഗ് കണക്ഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. CBE അല്ലേ, നമ്മൾ കളക്ടർ ബേസ് എമിറ്റർ, നമ്മുടെ പരന്ന ഭാഗം ഉള്ളിലേക്കാണ് കളക്ടർ ബേസ് എമിറ്റർ. സോ കളക്ടർ ബേസ് എമിറ്റർ ആദ്യത്തെ ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്തു. ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ സൈഡിൽ എന്തുണ്ട്, ഒരു റെസിസ്റ്ററുണ്ട്, അതിലൊരു LED വരുന്നുണ്ട്, അത് പോസിറ്റീവിലേക്ക് പോകുന്നുണ്ട്. സോ വളരെ സിമ്പിൾ സർക്യൂട്ടാണ്. കളക്ടർ എടുക്കുന്നു. കളക്ടർ ആകുമ്പം ഏറ്റവും ഇടതുവശത്തുള്ളത് കളക്ടറിൽ നമ്മൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നു. ആ റെസിസ്റ്റൻസിൽ നിന്ന് എങ്ങനെ പോകുന്നു, ഒരു LED പോസിറ്റീവ് ടോപ്പിലാണ് കേട്ടോ. LED പോസിറ്റീവ് പവർ സപ്ലൈ ഡയറക്റ്റാണ്, നെഗറ്റീവാണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്, ഈ റെസിസ്റ്ററിൻ്റെ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ആദ്യത്തെ പൂർത്തിയായി, ആദ്യത്തെ സർക്യൂട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ബേസിലൊരു 220 ഓംസും കൂടെ ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്തിട്ടുണ്ട്, ഈ ബേസിലെടുക്കുന്ന 220 ഓംസ് ശരിക്കും നമ്മുടെ വാട്ടർ ഇൻഡിക്കേഷനിലേക്കാണ് പോകേണ്ടത്. അതായത് നമ്മുടെ ടാങ്കിനകത്തേക്കുള്ള കണക്ഷനിലേക്കാണ് പോകേണ്ടത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എമിറ്ററിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എമിറ്റർ പ്രത്യേകിച്ച് കമ്പോണൻസ് ഒന്നുമില്ല, ഡയറക്റ്റ് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. സോ എമിറ്റർ കണക്ട് ചെയ്തു. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ട്രാൻസിസ്റ്ററുകളും കണക്ട് ചെയ്യാം. നമുക്ക് എളുപ്പം ചെയ്യാം. ഇതേ മോഡൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്.
ഇനി കണക്ട് ചെയ്യേണ്ടത് ഈ ടാങ്കിൽ എങ്ങനെയാണ് വയറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഓർഡറിലാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. നമ്മൾ ബേസിൽ നിന്ന് എടുത്ത ആ റെസിസ്റ്റൻസിലേക്കാണ് കണക്ഷൻസ് കൊടുക്കേണ്ടത്. ആദ്യത്തത് റെഡ്, രണ്ടാമത്തത് യെല്ലോ, മൂന്നാമത്തത്, നാലാമത്തത്. നമ്മൾ ഈ കണക്ഷനാണ് ചെയ്തിരിക്കുന്നത്. ഇത് പോസിറ്റീവാണ്. സോ ഡയറക്റ്റ് പോസിറ്റീവിലേക്ക് വയറിൻ്റെ നീളം കുറവാണ്. ഓക്കെ സിമ്പിളായിട്ട് കണക്ട് ചെയ്തു. നമുക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യുക. പവർ സപ്ലൈ കണക്ട് ചെയ്യാണ്. പവർ സപ്ലൈ പ്ലസ് ഇവിടെയും മൈനസ് ഇവിടെ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് കണക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിനി ഇത് വർക്ക് ചെയ്യുമെന്ന് നോക്കാം. നമുക്കപ്പോൾ അതിലേക്ക് വെള്ളം നമ്മൾ നിറയ്ക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ കത്തി, മൂന്നാമത്തെ കത്തി, ആദ്യത്തെ കത്തിയില്ല. അപ്പം നമുക്കതിൻ്റെ പ്രശ്നം കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് ഫസ്റ്റിലെത്തത് LED വർക്ക് ചെയ്യാത്തത്? അപ്പോൾ പല കാരണങ്ങളുണ്ട്. ശരിക്കും ഇത് LED പ്രശ്നമാണ്. LED വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പം നമുക്കത് നോക്കാം. LED മാറ്റിയിട്ട് വെക്കാം. ഞാൻ വേറൊരു LED വെക്കുകയാണ്. LED ഞാൻ മാറ്റിയിട്ട് വെക്കാം. അപ്പം LED മാറ്റിയിട്ടപ്പോഴും വർക്ക് ചെയ്തിട്ടില്ല. കണ്ടോ, പ്രശ്നം എന്താണ്? കണക്ഷൻ LED ബ്രെഡ് ബോർഡിൽ കൃത്യമായിട്ട് ഇരിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഒന്നും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഇതിലേക്ക് വീണ്ടും എന്ത് ചെയ്യാൻ വേണം? വെള്ളം, നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് നോക്കുകയാണ്. കണക്ഷൻസൊക്കെ ആയി. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് ലൈറ്റ് കത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. കണ്ടോ, ആദ്യത്തെ ഇൻഡിക്കേറ്റർ കത്തി. രണ്ടാമത്തത് നിറങ്ങിയ തോറും എന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത ഇൻഡിക്കേറ്റർ കത്തുന്നു. ഫൈനൽ. അതായത് നമ്മളെ ഗ്ലാസ്സിൽ വെള്ളം നിറഞ്ഞു എന്നുള്ള ഇൻഡിക്കേറ്റർ, 3 ഇൻഡിക്കേറ്റർ ലെവലായി. ഓക്കെ, നമ്മൾ ഈ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്ററിൻ്റെ സർക്യൂട്ട് ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ട് ഓപ്പറേഷനാണ്. നമ്മൾ ഈ ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. അതിൻ്റെ ബേസിലേക്ക് നമുക്ക് എന്താണ്, ഒരു 220 ഓം ഉപയോഗിച്ച് നമ്മൾ വെള്ളത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എന്താണ്, ഇവിടുന്ന് ഒരു വയർ കണക്ട് ചെയ്യുന്നത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പോസിറ്റീവ് കറണ്ട് അല്ലെങ്കിൽ പോസിറ്റീവ് വോൾട്ടേജ് നമ്മൾ വെള്ളത്തിന് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണ്? വെള്ളം ഒരു റെസിസ്റ്ററായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. വെള്ളം ഒരു റെസിസ്റ്ററായിട്ട്, വെള്ളത്തിൽ കൂടെ കറണ്ട് അടിക്കും അല്ലേ, നമുക്കൊക്കെ അറിയാം. അപ്പം കറണ്ട് വെള്ളത്തിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ പാസ് ചെയ്യുന്ന കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ കോൺടാക്ട് ചെയ്തിരിക്കുന്ന ലീഡ്സിൽ എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഒരു കണ്ടക്ഷൻ ഉണ്ടാവുകയും ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റെസിസ്റ്റർ ഇതിൻ്റെ ഇടയ്ക്ക് കണക്ട് ചെയ്തതുപോലെ ഇതെന്ത് ചെയ്യുന്നു? ആക്ട് ചെയ്തിട്ട് ബേസിലേക്ക് ബേസിന് ചെറിയ കറണ്ട് മതി. ട്രാൻസിസ്റ്ററിൻ്റെ സ്വിച്ചിങ് ആപ്ലിക്കേഷൻ എന്താണ്? കട്ട് ഓഫ് ചെറിയൊരു വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബേസ് കറണ്ട് വലിയൊരു എന്തുണ്ടാക്കും? കളക്ടർ കറണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലേ. അപ്പോൾ ആ ഒരു ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ടൊരു ചെറിയ കറണ്ട് ഇവിടെ വന്നാൽ മതി. എന്ത് ചെയ്യും? ഇതുവഴിയുള്ള കറണ്ട് സപ്ലൈ സ്വിച്ച് ഓൺ ആവും അല്ലേ. ഈ ട്രാൻസിസ്റ്റർ ഓണായിട്ട് ഇങ്ങനെ ഒരു പാത്ത് ഓപ്പൺ ആക്കി കൊടുക്കും. അതുകൊണ്ടാണ് ഈ LED കത്തുന്നത്. വളരെ സിമ്പിൾ. നമ്മൾ ഇതിന് മുമ്പും പഠിച്ച പല സർക്യൂട്ടുകളിലും ട്രാൻസിസ്റ്ററിൻ്റെ ഈ സ്വിച്ചിങ് ആക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ 4 പകരം 8 വെച്ചിട്ട് വലുതുണ്ടാക്കാം. അല്ലെങ്കിൽ ആദ്യത്തത് അവസാനത്തോ മാത്രം മതി. അതായത് ഏറ്റവും ബോട്ടം ലെവലിൽ വെള്ളം കുറയുമ്പോൾ നമുക്കൊരു ഇൻഡിക്കേറ്റർ കിട്ടുന്നു, വെള്ളം നിറയുമ്പോൾ നമുക്കൊരു ഇൻഡിക്കേറ്റർ കിട്ടുന്നു. അത് രണ്ടും മാത്രം മതിയെങ്കിൽ ഈ 2 ട്രാൻസിസ്റ്റർ മാത്രം മതി. ഇടയ്ക്കുള്ള 2 ഇളക്കി മാറ്റാം. നിങ്ങളുടേതായിട്ടുള്ളൊരു ഐഡിയ പ്രകാരം നിങ്ങൾക്കിതിനെ ഏത് തരത്തിൽ വേണമെങ്കിലും മോഡിഫൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റും. ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ, ഇത് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ചെയ്യുന്ന വീഡിയോ ഫോളോ ചെയ്യാതെ എന്ത് ചെയ്യുക? ഈ സർക്യൂട്ട് ഡയഗ്രാം നോക്കിയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. കണക്ട് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ നമ്മൾ സ്വയം പരിഹരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അങ്ങനെയാണ് നമുക്കൊരു ഇലക്ട്രോണിക്സ് നല്ല രീതിക്ക് പഠിക്കാൻ പറ്റുന്നത്. നേരെ കോപ്പി അടിച്ച് അതുപോലെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരാതിരുന്നാലും
നിങ്ങൾക്കത് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ഈ ഒരു സിമ്പിൾ സർക്യൂട്ട് വെച്ച് എന്തൊക്കെ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും? നമുക്ക് സിമ്പിളായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടല്ലേ. ഇപ്പോൾ ഈ ഒരു ഇൻഡിക്കേഷൻ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഇൻഡിക്കേഷൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? അലാറം ഫിക്സ് ചെയ്യാം. അല്ല, ഏറ്റവും ടോപ്പിൽ നിറയുന്ന സ്ഥലത്ത്, അല്ല ഇതല്ലേ നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ട് വെച്ച ആ ടോപ്പിലായിട്ട് വെച്ച LED മാറ്റിയതിന് ശേഷം നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഒരു ബസർ കണക്ട് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക? അലാറം അടിക്കും അല്ലേ. അപ്പം നമ്മളൊരു കുഞ്ഞ് സർക്യൂട്ട് ഉണ്ടാക്കി നമ്മുടെ ടാങ്കിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ടാങ്ക് നിറയുന്ന സമയത്ത് നമുക്ക് അലാറം അടിച്ച് അറിയിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ആ സ്ഥലത്തേക്ക് ഒരു റിലേ കണക്ട് ചെയ്തുകൊണ്ട്, അല്ലേ, റിലേ കണക്ട് ചെയ്യുമ്പോൾ സർക്യൂട്ടിൽ ചില മാറ്റങ്ങളും കൂടെയൊക്കെ വരുത്തണം. നമുക്ക് അവിടെ ഒരു റിലേ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മോട്ടറിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് നിറയുമ്പോൾ തന്നെ മോട്ടർ ഓഫാകുന്ന രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. സിമ്പിളായിട്ട് നമുക്കൊരു വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ സർക്യൂട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ സർക്യൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് എല്ലാവരും തീർച്ചയായിട്ടും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിൻ്റെ ഉള്ള ഉത്തരം തരാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു പുതിയ സർക്യൂട്ടുമായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവർ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. Thank you.